ഈശ്വര, എനിക്ക് ഇക്ലിയാവണു. വാ. ചേച്ചിയോട് ഞാൻ അപ്പളേ പറഞ്ഞതല്ലേ. എന്നാലും പാർവതിയുടെ അപ്പണിത് എന്നോട് ചെയ്തല്ലോ. കോമളം, എന്തോ നല്ല വിരൽ. ഇത് ലിപ്സ്റ്റിക് എന്താണ്? ഓ, എന്റെ ഭാര്യ ബുദ്ധൂസിന് എന്നെ വലിയ വിശ്വാസമാണ്. അത് തന്നെയാണ് എന്റെ ആശ്വാസവും. മോഹിനിക്ക് വേണ്ടി ഞാൻ അവൾക്ക് പാഷാണം കൊടുക്കാൻ മുറ തയ്യാറാണ്. അയ്യോ, അത് വേണ്ട. പിന്നെ എന്ത് വേണമെന്ന് മോഹിനി പറയൂ. മോഹിനിക്ക് വേണ്ടി ഞാൻ ആകാശത്ത് നിന്നും സാറ്റലൈറ്റിനെ കൊണ്ടുവരുവാൻ വരെ തയ്യാറാണ്. മോഹനി പോകല്ലേ. ഓ, എന്തൊരു മാറണം. മനുഷ്യന് സമാധാനമായിട്ടൊന്ന് പ്രേമിക്കാൻ പോലും സമ്മതിക്കില്ല. നിങ്ങളൊക്കെ പാഷണത്തിലെ കൃമികളാണോ അതോ തീവ്രവാദികളാണോ? മോഹിനി! അയ്യോ, എന്റെ ജീവിതം പോയി ചേച്ചി. കർമ്മം ചെയ്യാൻ ഞാനിത് എങ്ങനെ സഹിക്കും? ചെണ്ട ചെന്ന് മദ്ദളത്തോട് പറഞ്ഞതുപോലെ ആയല്ലോ എന്റെ കുട്ടിയെ. ഇത് ഇന്നത്തോടെ അവസാനിപ്പിക്കണം. പണ്ടാരം. ആരാ ഈ കാലോടെ എടുത്ത് പുറത്തു വെച്ചിരിക്കണേ? അത് കുടയല്ലടോ, പർദ്ദാതറിച്ച 2 രൂപങ്ങൾ. ആരാണ് നിങ്ങൾ? ആരാണ് പറയുന്നതല്ലേ നല്ലത്? അല്ലു. ഇതിന് മാത്രം ഞാൻ നമ്മളോട് എന്ത് ദ്രോഹമാ ചെയ്തത്? നമ്മൾക്ക് എന്നെ മടുത്തുന്നുണ്ടായിരുന്നെങ്കിൽ പറഞ്ഞുകൂടായിരുന്നോ? ഞാൻ ദൈവത്തെ തന്നെ അവസാനിപ്പിക്കുമായിരുന്നല്ലോ. എത്ര സമാധാനമായിട്ട് കഴിഞ്ഞ ഒരു കുടുംബമായ എന്റെ ഉടുപ്പി കൃഷ്ണ. അല്ലു, ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്കാമോ? വേണ്ട, ഇതൊക്കെ ഒന്നും കേൾക്കണ്ട. കണ്ണടച്ച് പാല് കുടിച്ചാൽ ആരും കാണില്ല എന്ന് കരുതിയില്ലേ? കല്യാണം കെട്ടാൻ പ്രായമായ ഒരു മോളുണ്ട് നമ്മൾക്ക്. എന്നിട്ട് വേറൊരു പെണ്ണുമായി ആടിപ്പാടി നടക്കാൻ നാണമില്ലേ നമ്മൾക്ക്? സംഭവിച്ചതൊക്കെ സംഭവിച്ചു, ഞാൻ നിഷേധിക്കുന്നില്ല. നീ കുറെ നേരമായില്ലേ പ്രസംഗിക്കാൻ തുടങ്ങിയിട്ട്. ഒന്നോർത്തോണം, നിന്റെ ഭർത്താവ് എന്നതിനേക്കാൾ ഉപരി ഞാനൊരു പുരുഷനാണ്. അബദ്ധത്തിൽ ഒരു കുട്ടി ഉണ്ടായി ഒഴിച്ചാൽ ഞാനും നീ തമ്മിലുള്ള ബന്ധമെന്താ? ഓ, നമ്മൾ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് കൂടി മറന്നു അല്ലേ? ഇത് നമ്മൾ കെട്ടിയ ചരടാ. ഇത് ദിവസവും മഞ്ഞൾ തേച്ച് മങ്ങാതെ സൂക്ഷിക്കുന്നത് എന്താണെന്ന് അറിയാമോ? അത് മാത്രം വൃത്തിയായി സൂക്ഷിച്ചാൽ മതിയല്ലോ. ഒരു കാര്യം നീ മനസ്സിലാക്കണം, ഞാനൊരു സന്യാസിയല്ല, വീറും വികാരവുമുള്ള ഒരു പുരുഷനാണ്. ഞാൻ എല്ലാം ഉപേക്ഷിക്കാം, എന്ത് വേണമെങ്കിലും മാറ്റാം. എന്നാലെങ്കിലും ഇല്ല, ഏച്ചു വെച്ചാ മുളച്ചിരിക്കും. നായുടെ വാല് 12 കൊല്ലം കുഴലിലിട്ടാലും അത് നിവരില്ല. നിനക്ക് നിന്റെ വഴി, എനിക്ക് എന്റെ വഴി. ഇല്ല, ഞാൻ സമ്മതിക്കില്ല, ഞാൻ സമ്മതിക്കില്ല. സമ്മതിച്ചേ പറ്റൂ. ശരിയാണ്, നമ്മൾ സ്നേഹം കൊടുത്തു, പ്രേമിച്ചു, ഇനിയും സ്നേഹം കൊടുക്കും. സ്വന്തം വീട്ടിൽ കിട്ടാത്തോണ്ടാണ് കിട്ടുന്നിടത്ത് പോയത്. നിങ്ങൾക്കിത് പറയാൻ നാണമാവുന്നില്ലേ മനുഷ്യ? നമ്മൾ എന്തിനു നാണിക്കണം? ഒറ്റക്കിണറ്റിലെ തവളെ പോലെ ഇവിടെ കഴിയുന്ന നിനക്ക് പുറം ലോകം എന്താണെന്ന് പറഞ്ഞാൽ മനസ്സിൽ കയറുള്ള. ഭാര്യ എന്ന് പറഞ്ഞാൽ വെച്ചു വിളമ്പി തറാൻ മാത്രമുള്ള യന്ത്രമല്ല, വേറെ പലതുമാണ്. എവിടെ മനസ്സിലാവാൻ? നിങ്ങൾ ആരെയാ തോൽപ്പിക്കാൻ നോക്കുന്നത്? നിന്നെ തന്നെ, നിന്റെ സ്വഭാവത്തെ. എന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റുണ്ടായില്ല തീർത്ഥം കാണില്ലേ നിങ്ങള്? അല്ലാതെ കണ്ട് സുന്ദരമാരുടെ കൂടെ ചീത്തയായി നടക്കുന്നതാണോ സാറി? നമ്മളുടെ ശരി നമുക്ക് ശരി, നിന്റെ ശരി നിനക്ക് ശരി. നീ നമ്മളെ തീർത്താൻ നോക്കണ്ട. നമ്മൾ നിങ്ങളുടെ കാല് പിടിക്കാം. നമ്മുടെ കുടുംബത്തിന് വേണ്ടി നിങ്ങൾ നേരെയാകണം. തിരുവല്ലേവൻ നിങ്ങളെ രക്ഷിക്കും. ഇനി നിന്റെ കരച്ചിൽ കണ്ട് നമ്മൾ മയങ്ങൊന്ന് കരുതണ്ട. കരച്ചിൽ നിർത്തുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ നമ്മളുടെ കൈ നിന്റെ മുഖത്ത് വീഴും. സാർ, ഇതിലൊന്ന് ഒപ്പിടണം. ഇതെന്താ ഈ കൈ കെട്ടിരിക്കുന്നത്? അത് അത് ആനവാല. അതെന്താ, തന്റെ വീട്ടിൽ ഇഷ്ടം പോലെ ആനയുണ്ടോ? അല്ല, ഒരു ഫാഷന് വേണ്ടി കെട്ടിയതാ. ഒരു ഫാഷനാണെങ്കിൽ താൻ ഒരു കാര്യം ചെയ്യടോ, നാളെ കാലത്ത് പോരുമ്പോ ഒരു ആനേനെ തോളിട്ടിട്ട് പോലെ പോടോ. എന്താ സാറ് ഭയങ്കര ചൂടില്ല. എന്താ കാര്യം? നാളെ മുതൽ ആനവാല കെട്ടി ഓഫീസിൽ വന്ന എന്റെ പണി കളയുന്ന. അയ്യോ, തനിക്കറിയില്ലേ, പണ്ടൊരു ദിവസം മംഗലാപുരത്ത് വെച്ച് ഉത്സവം കാണാൻ പോയപ്പോ ഒരു ആന കുത്താൻ ഓടിച്ചു. അന്ന് തൊട്ട് ആനയുടെ പിണ്ടം കണ്ടാലും അങ്ങനെ ആനമാല ആനമാല എന്താ ആനയുടെ പിണ്ടം. ഏതായാലും നനഞ്ഞു, ഇനി കുളിച്ചു കയറാം.
ഞാനിപ്പോ ആ അവസ്ഥയിലാ മോഹിനി. സാറ് ധൈര്യമായിരിക്കൂ, ഞാൻ കൂടെ ഇല്ലേ? ആ കുട്ടി പുറത്തു പോകൂ. കുട്ടി അവിടെ ഇരിക്കൂ. ഞാനാണ് പറഞ്ഞത് പുറത്തു പോകാൻ. വേണ്ട, താൻ പറയണ്ട, ഞാൻ പറഞ്ഞോളാം. മോഹിനി പുറത്തു പോകൂ. അതെ, ഇനി പരിപാടി ഇവിടെ നടക്കില്ല. ഏത് പരിപാടി? ആ കുട്ടിയെ വിളിച്ചു വരുത്തി ബർത്തെ സംസാരിക്കുന്ന പരിപാടി. മനസ്സിലായില്ല. എങ്കിൽ മനസ്സിലാവുന്ന ഭാഷയിൽ പറയാം. സൊള്ളൽ സൊള്ളൽ. തനിക്ക് വേണമെങ്കിൽ വേറൊരു ടൈപ്പിസ്റ്റിനെ നിയമിച്ചൂടെ? അത് തനിക്കായിക്കൂടെ? മോഹിനിക്ക് തന്റെ കൂടെ വർക്ക് ചെയ്യാൻ താല്പര്യമില്ലല്ലോ. അത് തീരുമാനിക്കേണ്ടത് താനല്ലല്ലോ. പിന്നെ ആരാണ് തന്റെ തന്ത? ചാണകം മാറി കുട്ടമ്പിള്ളയോ? നീ എന്നെ തന്തയ്ക്ക് വിളിക്കുമല്ലേ? ചാണകം മാറി കുട്ടമ്പിള്ള. നിന്നെ full cheap ആയി കൊടുത്തിട്ട് ആശുപത്രിയിൽ പോണോ? ഓഫീസ് ശ്രദ്ധയ്ക്ക് മാനേജർ കേശവൻ നായർ പറയുന്നു, നാളെ മുതൽ ആരെങ്കിലും ഈ ഓഫീസിൽ ആനവാല എത്തിക്കൊണ്ട് വരികയോ ആനയെ പറ്റി സംസാരിക്കുകയോ ചെയ്തു പോകരുത്. കുന്തം. മതി കുടിച്ചത്, ഒരു കുട്ടി കഴിയാറായി. നമ്മൾ ഇനിയും കുടിക്കും. എന്നിട്ട് അവനോട് 2 വാക്ക് സംസാരിക്കണം. ഉറങ്ങാൻ വന്നു. എന്റെ കുടുംബ മഹിമ എന്താണെന്ന് എനിക്കറിയാമോ? പശുവിനെ കറക്കാൻ വന്നവൻ നിന്റെ അപ്പൻ പയ്യെ കറക്കി ഇവിടെ കല്യാണം കഴിച്ച് തൂങ്ങിയതാ. നിക്കടവിടെ ഓഫീസിൽ വെച്ച് താനെന്നെ അടിച്ചപ്പോ ഞാൻ തിരിച്ചടിക്കാത്തത് നമ്മളുടെ കൈക്ക് ബലക്കുറവായതുകൊണ്ടല്ല, ഞാൻ നമ്മളെക്കാൾ അന്തസ്സുള്ള കുടുംബത്തിൽ പിറന്നവനായതുകൊണ്ടാണ്. മര്യാദക്ക് സംസാരിക്കണോ? മര്യാദക്ക് കൊന്ന് ചാണകക്കുഴി പുറത്തുവിടാം. എന്തൊരു മോശമായി എന്റെ ഉടുപ്പി കൃഷ്ണ. അയൽക്കാർ കണ്ടാൽ എന്ത് വിചാരിക്കും? കുടുംബത്തിന്റെ അന്തസ് പോകുമല്ലോ. നിങ്ങളുടെ കുടുംബത്തിന്റെ അന്തസ് എന്താണെന്ന് അയൽക്കാർക്ക് അറിയാം. അയൽക്കാരെ ഓടി വരൂ, അയൽക്കാരെ ഓടി വരൂ. നിന്റെ അപ്പൻ പൈകി ആ ഷേനായുടെ അടുക്കളക്കാരിക്ക് ഉണ്ടായവരല്ലേ നിങ്ങൾ രണ്ടും. ഞങ്ങളെക്കാൾ വലിയ കേമന്മാരെയൊന്നും നിങ്ങൾക്ക് കിട്ടാൻ പോണില്ല. എടാ ഗണപതി കുറങ്ങ ചേട്ടേ, മോഹിനിയാണ് ആർക്കും വിട്ടു തരുള്ള. മോഹിനിയാണ് ആർക്കും വിട്ടു തരുള്ള. സുന്ദരിയാണടി, സുന്ദരിയാണ്. നീയാണ് സുന്ദരി.